നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം യേശുനാഥ. എപ്പോഴും എന്നെ നോക്കിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. എപ്പോഴും എന്നെ നോക്കിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നൽകിയ വചനം സങ്കീർത്തനങ്ങൾ 3:2-3 വാക്യങ്ങളാണ്. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ആമേൻ. നമ്മളെക്കുറിച്ചൊക്കെ പലരും പലതുമൊക്കെ പറയുന്നുണ്ട്. രക്ഷയില്ല, സൗഖ്യമില്ല, ഗതി പിടിക്കത്തില്ല. നാം അതെല്ലാം കേട്ട് നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ടെൻഷനായി ഒന്നും ജീവിക്കരുത്. അതിൻ്റെ നടുവിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പറയണം. സ്തോത്രം. രക്ഷയില്ലെന്നാ പലരും പറഞ്ഞ്, കർത്താവേ എനിക്ക് രക്ഷയില്ലേ, ഞാൻ രക്ഷപ്പെടത്തില്ലേ എന്നൊന്നുമല്ല ദാവീദ് പറഞ്ഞു. ദാവീദ് നേരെ തിരിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞ? നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം, എൻ്റെ തല ഉയർത്തുന്നവന്. സ്തോത്രം. മനുഷ്യൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതൊന്നും കേട്ടും പറഞ്ഞും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത് അത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രഖ്യാപിക്കുക. ദാവീദിന് രക്ഷയില്ലെന്നാ പറഞ്ഞേ. പക്ഷെ ആ ദാവീദ് സ്തോത്രം ഇന്നും അത്ഭുത വിഷയമായിട്ട് നിൽക്കുക. ആമേൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന വാക്കുകളെയൊന്നും ഒത്തിരി ശ്രദ്ധിക്കേണ്ട കേട്ടോ. ശാപവാക്കുകളെയും നിന്ദാവാക്കുകളെയും പരിഹാസവാക്കുകളെയും അപവാദത്തിൻ്റെ വാക്കുകളെയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് ചില നല്ല വാക്കുകൾ പറഞ്ഞു. എൻ്റെ ചുറ്റും പരിചയം, എൻ്റെ മഹത്വം, എൻ്റെ തല ഉയർത്തുന്നവൻ. നിങ്ങൾ എന്താണോ പറയുന്നത് അതേ സംഭവിക്കത്തുള്ളൂ. നിങ്ങളുടെ തലയെ ദൈവം അങ്ങ് ഉയർത്തും. ആമേൻ. ഇന്ന് പകൽ അങ്ങനെ നിങ്ങളുടെ മേൽ സംഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. യേശുവേ, നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവേ, അനേകർ ഞങ്ങളെക്കുറിച്ച് പലതും പറയുമ്പോൾ കർത്താവെ, വളരെ നെഗറ്റീവായ കാര്യങ്ങൾ, ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ അതിന് ഞങ്ങളുടെ ചെവിയെ കൊടുക്കുന്നില്ല. ഞങ്ങൾ മറിച്ച് നിന്നിലുള്ള പ്രത്യാശയെ ഞങ്ങൾ ഉയർത്തുകയാണ്. നീ ഞങ്ങളുടെ തലയെ ഉയർത്തും. നീ ഞങ്ങൾക്ക് പരിചയമാണ്, നീ ഞങ്ങളുടെ മഹത്വമാണ്, നീ ഞങ്ങളുടെ കോട്ടയാണ് കർത്താവ്, നീ ഞങ്ങളുടെ സമ്പത്താണ്, നീയാണ് ഞങ്ങളുടെ നിക്ഷേപം. ഞങ്ങൾ അങ്ങേ ഉയർത്തുന്നു, അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു, അങ്ങേ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൻ്റെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ഈ വാക്കിനെ കൺഫസ് ചെയ്യുക. സ്തോത്രം. എൻ്റെ തല ഉയർത്തുന്ന ദൈവം, എൻ്റെ മഹത്വമായ ദൈവം, എൻ്റെ പരിചയമായ ദൈവം. നിങ്ങളത് പറയുക. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ പോക്കിലും വരവിലുമെല്ലാം അഡീഷണലായി ദൈവത്തിൻ്റെ ദൂതന്മാർ കൂടെ ഇരിക്കട്ടെ. മറ്റേത് ദിവസത്തെക്കാളിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി ഈ ദിവസത്തെ അവർക്ക് നൽകുന്നു. അവർ ചെയ്യുന്ന കാര്യമെല്ലാം സാധിക്കട്ടെ. ആമേൻ.